കുക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇവിടെ സുഖം തന്നെ. നിങ്ങളെ കാണുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ലേഡീസ് ഫിംഗർ കൊണ്ടുള്ള ഒരു ഡിഷാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെണ്ടയ്ക്ക ഈ ലേഡി ഫിംഗറിനെ രണ്ടായിട്ട് നമ്മൾ പുളർക്കും. പുളർന്നതിന് ശേഷം മുളകും മസാലയും ഉപ്പും കൂടി പുരട്ടി മാവിൽ മുക്കി പൊരിക്കും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാനിനി എൻ്റെ കിച്ചൺ വീഡിയോയിലേക്ക് പോവുകയാണ്. എല്ലാവരും എൻ്റെ പിറകെ വരണം. ഓക്കെ, ബൈ. ലവ് ടു കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇവിടെ സുഖം തന്നെ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരി. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഉപ്പേരി എന്ന് വെച്ചാൽ, വെണ്ടയ്ക്ക എൻ്റെ മലക്കറിത്തോട്ടത്തിലെ വെണ്ടയ്ക്കയാണ്. ആ വെണ്ടയ്ക്ക രണ്ടായിട്ട് അരിഞ്ഞിട്ട് കുറുകെ പുളർന്ന് അതിൽ അരിമാവും മസാല മുളക് പൊടിയും ഉപ്പുപൊടിയും കൂടി പുരട്ടി 1 മണിക്കൂർ വച്ചേക്കണം. അതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ച് എടുക്കണം. ഇത് വളരെ സ്വാദുള്ള ഒരു ഫുഡാണ്. ഞാൻ ഇനി എൻ്റെ കിച്ചൺ വീഡിയോയിലേക്ക് പോവുകയാണ്. വെണ്ടയ്ക്ക പൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. കടുക് താളിക്കുക. കടുക് താളിച്ച് അതിന് ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മളെ മുളകൊന്ന് ചുവക്കെ കറുപ്പിക്കണം. കറുപ്പ് ഞാൻ ഓരോന്നാക്കിയിട്ട് പൊരിക്കാൻ പോവുകയാണ്. വെണ്ടയ്ക്കപ്പൊരി നല്ല ടേസ്റ്റുള്ള കറിയാണ്. കൊച്ചു കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ എരിവൊക്കെ വളരെ കുറവല്ലേ. കുറച്ചിട്ട് പൊരിക്കണം. കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കറിയാണ്. നല്ല ടേസ്റ്റ് കാണും വെണ്ടപ്പൊരി. ഞാൻ നേരത്തെ ഇതിൻ്റെ ചേരുവകൾ പറഞ്ഞിരുന്നു. ഇത് കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ വറ്റലൊക്കെ മൂപ്പിച്ചെടുക്കും പോലെ. എരിയൊന്നും അധികമില്ല. എരിയൊന്നും ഇല്ലാതെ പൊരി റെഡിയായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വെണ്ടയ്ക്കപ്പൊരി. ഈ വെണ്ടയ്ക്കപ്പൊരി ഉണ്ടാക്കുന്ന വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെണ്ടയ്ക്ക രണ്ടായിട്ട് കീറിയതിന് ശേഷം അരിമാവും മുളക് പൊടിയും മസാലയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് പുരട്ടി 1 മണിക്കൂർ വച്ചേക്കണം. അതിന് ശേഷം എണ്ണയിൽ കോരിയെടുക്കണം. ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. ചോറും മോരും ഈ കറി ഉണ്ടെങ്കിൽ നല്ലവണ്ണം കൊച്ചു കുട്ടികൾ ആഹാരം കഴിക്കും. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഇനം കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അമ്മമാർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അവർക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു വിടുമ്പം പൊതിഞ്ഞ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവരവരെ കൂട്ടുകാരുമായിട്ട് ചേർന്ന് അങ്ങ് കഴിക്കും. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് നോക്കണം, ഇത് ശരിയാണോ എന്നൊക്കെ നോക്കണം. അതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഹായ്.